കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ജോലി എന്ന് വിടുന്നോ അന്ന് മുതൽ ആ ഇൻഷുറൻസ് ക്യാൻസൽ ആകുകയും ചെയ്യും. പിന്നീട് നിങ്ങളൊരു ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെയിറ്റിംഗ് പീരീഡുകൾ അന്ന് മുതൽ തുടങ്ങും. നിങ്ങളുടെ ഏജ് കൂടുതലായതിനാൽ ഹൈ പ്രീമിയം ആകും. ഇനി നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് മോശമാണെങ്കിൽ പോളിസി തരുന്നത് പോലും കമ്പനി നിഷേധിക്കാം. അതുകൊണ്ട് കമ്പനിയുടെ പോളിസി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം സൊല്യൂഷൻ മാത്രമാണ്. സ്വന്തമായി പേഴ്സണലായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ് നമുക്ക് ലോങ് ടൈം ബെനിഫിറ്റ് തരുന്നതും ലോങ് ടൈം ആയിട്ട് നമ്മളെ സേവ് ചെയ്യുന്നതും. പ്രധാനമായും ക്ലെയിം റിജക്ഷൻസ് ഉണ്ടാകുന്നത് ഒരു പോളിസി എടുക്കുന്ന സമയത്തുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഡിസ്ക്ലോസ് ചെയ്യാത്തത് മൂലമാണ്. അങ്ങനെയായാൽ അതുമായി ബന്ധപ്പെട്ട ക്ലെയിം ഫ്യൂച്ചറിൽ ഉണ്ടായാൽ കമ്പനി ക്ലെയിം റിജക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ അതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. ഇനി അഥവാ ഒരു ക്ലെയിം റിജക്ഷൻ ഉണ്ടായാൽ തന്നെ IRDA പോളിസി ഹോൾഡറിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചില നിയമങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജെനുവിനായിട്ട് നിങ്ങൾ ഒരു ക്ലെയിം അപേക്ഷിച്ചാൽ തീർച്ചയായും എല്ലാ ഇൻഷുറൻസ് കമ്പനികളും അത് നൽകുന്നതാണ്.